ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. HDFC ബാങ്കിൻ്റെ സപ്പോർട്ടോടുകൂടി ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റി 23,155 ക്ലോസ് ചെയ്തപ്പോൾ 131 പോയിൻറ്റ് ഉയർന്നു. നിഫ്റ്റി ബാങ്ക് 48,724 ക്ലോസ് ചെയ്തപ്പോൾ 154 പോയിൻറ്റ് ഉയർന്നു. എന്നാൽ നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇന്ന് വീണ്ടും കുറവിലാണ് അവസാനിച്ചത്. 53,114 നിഫ്റ്റി മിഡ് ക്യാപ്പ് 721 പോയിൻ്റ് ഇടിഞ്ഞു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 284 പോയിൻ്റ് ഇടിഞ്ഞപ്പോൾ 17,173 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 16.77 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് ഇന്ന് 567 പോയിൻ്റ് ഗെയിൻ ഉണ്ടായി 76,405 ക്ലോസ് ചെയ്തു. DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 3,640 കോടിക്ക് ബൈ ചെയ്തു. FII എന്നാലും വീണ്ടും സെല്ലിംഗ് മോഡിലാണ്, 4,026 കോടിക്ക് സെല്ല് ചെയ്തു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ ഇന്ന് 3.87% ഗെയിൻ ഉണ്ടായി. ഇൻഫി 3.02%, TCS 2.88%, ടെക്കം 2.36%, HDFC ബാങ്ക് 1.80%, സൺ ഫാർമ 1.78%, ബജാജ് ഫിൻസർവ് 1.49%, ബജാജ് ഫിനാൻസ് 1.42%, HCL ടെക് 1.42%, മാരുതി 1.15% ഗെയിൻ ഉണ്ടായി. ലോസേഴ്സിൽ ബെല്ല് എന്ന് 3.01% ഇടിവുണ്ടായി. ടാറ്റ മോട്ടോഴ്സ് 2.16%, ട്രെൻഡ് ഇന്നും വീണ്ടും താഴോട്ട് പോയി 1.95%, ആക്സിസ് ബാങ്ക് 1.09%, HDFC ലൈഫ് 1.04%, JSW സ്റ്റീൽ 1%, L&T 0.57%, ബജാജ് ഓട്ടോ 0.35%, അദാനി എൻ്റർപ്രൈസ് 0.31% ആൻഡ് അപ്പോളോ ഹോസ്പിറ്റൽ 0.28% കുറവുണ്ടായി. നിഫ്റ്റി ഈ മാസത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി 23,155 ഇന്ന് ക്ലോസ് ചെയ്തപ്പോൾ 2.47% ലോസിലാണ് ഇന്ന് നിൽക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,344 ക്ലോസ് ചെയ്തു, ട്യൂസ്ഡേ 23,024 ക്ലോസ് ചെയ്തു, വെനസ്ഡേ 23,155 ക്ലോസ് ചെയ്തു. ലൂസേഴ്സ് ആൻഡ് ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 780 കമ്പനികൾ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. 2,052 കമ്പനികൾ ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തു. സെക്ടർ വൈസ് ഇന്ന് നിഫ്റ്റി IT, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഫാർമ ആൻഡ് നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് മാത്രമേ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 28 പോയിൻ്റ് ഇടിഞ്ഞപ്പോൾ 22,274 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 42,590 ക്ലോസ് ചെയ്തപ്പോൾ 892 പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 6244 ക്ലോസ് ചെയ്തപ്പോൾ 63 പോയിൻറ്റിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 22,650 ക്ലോസ് ചെയ്തപ്പോൾ 101 പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 22,334 ക്ലോസ് ചെയ്തപ്പോൾ 152 പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 55,596 ക്ലോസ് ചെയ്തപ്പോൾ 26 പോയിൻ്റ് കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ 61 പോയിൻ്റ് കുറഞ്ഞപ്പോൾ 8470 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 41 പോയിൻ്റ് ഇടിഞ്ഞപ്പോൾ 865 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 30 പോയിൻ്റ് ഇടിഞ്ഞപ്പോൾ 1663 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 503 പോയിൻ്റ് ഇടിഞ്ഞപ്പോൾ 33,805 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 8285 ക്ലോസ് ചെയ്തപ്പോൾ 23 പോയിൻ്റ് കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 74 പോയിൻ്റ് ഗെയിൻ ഉണ്ടായപ്പോൾ 14,113 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,757 ക്ലോസ് ചെയ്തപ്പോൾ 77 പോയിൻ്റ് കുറവുണ്ടായി. Q3 റിസൾട്ടാണ് ഇന്ന് വന്നിരിക്കുന്ന Q3 റിസൾട്ട് ഡീറ്റെയിൽസാണ്. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് ഇപ്രാവശ്യം 42 കോടിയുടെ ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. BPCL 37% പ്രോഫിറ്റ് കാണിച്ചു. CNDLM 40% ലോസാണ് വന്നിരിക്കുന്നത്. ഡാൽമിയ ഭാരത് 75% ലോസ് വന്നു. HDFC ബാങ്ക് 8% ഗെയിൻ ഉണ്ടായി. ഹെറിറ്റേജ് ഫുഡ് 60% ഗെയിൻ ഉണ്ടായി. ഹിന്ദുസ്ഥാൻ യൂണിലിവർ 19% ഗെയിൻ ഉണ്ടായി. ഹഡ്കോ 42% ഗെയിൻ ഉണ്ടായി. ICICI പ്രൊഡൻഷ്യൽ 43% ഗെയിൻ ഉണ്ടായി. ഇന്ത്യ സിമൻറ്റ്സ് 429 ക്രോസിൻ്റെ ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യ മാർട്ട് 47% ഗെയിൻ ഉണ്ടായി. ഇൻഡോ റെമഡീസ് 10.6% ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് 17% ലോസ് റിപ്പോർട്ട് ചെയ്തു. KE ഇൻഡസ്ട്രീസ് 4% പ്രോഫിറ്റ് ഉണ്ടായി.
മനോരമ ഇൻഡസ്ട്രി 144% പ്രോഫിറ്റ് ഉണ്ടായി. NIIT ലേണിംഗ് 8.92% പ്രോഫിറ്റ് ഉണ്ടായി. പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് ഫ്ലാറ്റായിട്ടുള്ള പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തത്. PNB ഫിനാൻസ് 43% ഗെയിൻ ഉണ്ടായി. പോളിക്യാപ് 10% ഗെയിൻ ഉണ്ടായി. റൊസാരി ബയോടെക് 8% ലോസാണ് ഉണ്ടായത്. സെർവോടെക് റിന്യൂവബിൾ 700% പ്രോഫിറ്റ് ഉണ്ടായി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 12% പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. തൻല പ്ലാറ്റ്ഫോംസ് 15% ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് 424% പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. ടാറ്റ ടെക്നോളജീസ് 1% ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. യൂക്കോ ബാങ്ക് 27% ഗെയിൻ ഉണ്ടായി. വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് 31% ഗെയിൻ ഉണ്ടായി. സെൻസാർ ടെക്നോളജീസ് എന്നാൽ 1% ഗെയിനാണ് കാണിച്ചത്. HDFC ബാങ്കിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇയർ ഓൺ ഇയർ 2.2% ഗെയിനാണ് ഉണ്ടായത്. ഇനി നാളെ വരാനുള്ള Q3 റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അദാനി ഗ്രീൻ എനർജി, കാപ്രി ഗ്ലോബൽ, CN ലിമിറ്റഡ്, ഡോക്ടർ റെഡ്ഡീസ്, ഗ്രേവ്സ് കോട്ടൺ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ എനർജി, ഇൻഡസ് ടവേഴ്സ്, അയോൺ എക്സ്ചേഞ്ച്, ജയസ്വാൾ നെക്കോ, KFin ടെക്നോളജീസ്, മാൻകൈൻ ഫാർമ, മേനോൻ ബെയറിംഗ്സ്, എംഫാസിസ് ലിമിറ്റഡ്, MPS ലിമിറ്റഡ്, നിപ്പോൺ ലൈഫ് ഇന്ത്യ, നാത്ത് ബയോജനസ്, NDL വെഞ്ചേഴ്സ്, പിൽ ഇറ്റാലിക്ക, രാജരത്നൻ ഗ്ലോബൽ വയർ ലിമിറ്റഡ്, സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ്, സോണ BLW, സൂര്യോദയ് സ്മോൾ ഫിനാൻസ്, സിൻഡർജിൻ ഇൻ്റർനാഷണൽ, താര ചന്ദ് ഇൻഫ്രാ ലോജിസ്റ്റിക്സ്, തേജസ് നെറ്റ്വർക്ക്, ടോക്കിയോ പ്ലാസ്റ്റ്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ്, V2 റീറ്റെയിൽ ലിമിറ്റഡ് എന്നിവയുടെ റിസൾട്ടാണ് നാളെ പ്രതീക്ഷിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.